നമസ്കാരം. മണ്ഡലകാല പൂജയ്ക്ക് ഒരുങ്ങുകയാണ് ശബരിമല. ഇപ്പോൾ കഴിഞ്ഞ ധനുമാസം 1 മുതൽ വലിയ തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതും ഇപ്പോഴും അത് തുടരുകയാണ്. ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ഇപ്പോൾ സന്നിധാനത്തേക്ക് ഒഴുകിയെത്തുന്നത്. ഇന്നലെ വൈകുന്നേരം മഴയായിരുന്നു, എന്നാൽ ഇന്ന് മഴയ്ക്ക് ശമനമുണ്ട്. ഈ തെളിഞ്ഞ ശോഭയിൽ ഇപ്പോഴും അയ്യപ്പഭക്തർ എത്തിച്ചേരുകയാണ്. രാവിലെ മുതൽ ദർശനത്തിന് കാത്തു നിൽക്കുന്ന തീർത്ഥാടകരുടെ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. ഇത്തവണ മണ്ഡലകാലം കുറ്റമറ്റതായ മണ്ഡലകാല സജ്ജീകരണം ഒരുക്കുന്നതിലുള്ള സന്തോഷത്തിലാണ് ദേവസ്വം ബോർഡ് അധികൃതരും പോലീസും ഒക്കെ. 21 വകുപ്പുകൾ, പ്രത്യേകിച്ച് ജില്ലാ ഭരണകൂടം, പോലീസ്, KSRTC, KSEB, ജലസേചനം തുടങ്ങി 21 വകുപ്പുകളുടെ ഏകോപനിച്ചുള്ള പ്രവർത്തനമാണ് ഇത്തവണ കുറ്റമറ്റ തീർത്ഥാടന കാലം ഒരുക്കുന്നതിന് വഴിയായിരിക്കുന്നത്. നമസ്കാരം. ഇപ്പോൾ നിരവധി തീർത്ഥാടകർ, അമ്മ ദർശനം കഴിഞ്ഞിരുന്നോ? എത്ര നേരം നിൽക്കുന്നു? അയ്യപ്പനെ നല്ലപോലെ കണ്ടോ? നല്ലപോലെ കണ്ടു, സന്തോഷായി. പിന്നെ ഞാൻ അരമണിക്കൂർ നിൽക്കേണ്ടി വന്നുള്ളൂ. അയ്യപ്പറോട്ട് കൂടെ വന്നു, സന്തോഷായി. കുട്ടികളൊക്കെ ആയിട്ട് വന്നപ്പോ എളുപ്പമായിരുന്നു? ഓ, ഞങ്ങൾക്ക് എളുപ്പമായി. ഞങ്ങൾ സന്തോഷിച്ചു, അത് അധികം സന്തോഷിച്ചു. എവിടുന്നാ വരുന്നേ? ഞങ്ങള് മണ്ണാർക്കാട്, പാലക്കാട്. ഇവിടെ അമ്മ അമ്മ പാലക്കാട്. കണ്ടു, അയ്യപ്പനെ കണ്ടു, നല്ലപോലെ കണ്ടു. എത്രാമത്തെ വർഷം? അങ്ങനെ ഇത്തവണ കുറ്റമറ്റതായ തീർത്ഥാടനമാണ് ഒരുക്കിയിരിക്കുന്നത്. ഭക്തർക്ക് വേണ്ടി പ്രത്യേക സജ്ജീകരണങ്ങൾ, ക്രമീകരണങ്ങളൊക്കെ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. കുട്ടികളുമായി വരുന്ന തീർത്ഥാടകർക്ക് പ്രത്യേക ക്യൂ ആണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് അധിക നേരം അവർക്ക് കാത്തു നിൽക്കേണ്ടി വരില്ല. അങ്ങനെ കൃത്യമായ സംവിധാനങ്ങളോടെയാണ് ഇപ്പോൾ തീർത്ഥാടകരെ ദർശനത്തിനായി കടത്തിവരുന്നത്. കഴിഞ്ഞ വർഷം ഇതുപോലെ ആയിരുന്നില്ല. കഴിഞ്ഞ വർഷം കൃത്യമായ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. ഭക്തരെ തടഞ്ഞിടുന്ന കാര്യങ്ങളൊക്കെ വലിയ പ്രതിഷേധത്തിനും പരാതികൾക്കും ഒക്കെ ഇടയാക്കിയിരുന്നു. എന്നാൽ അത് പാളിച്ചകളൊക്കെ മാറ്റി പഴുതടച്ചുള്ള ഒരു ക്രമീകരണങ്ങളാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നത്. അത് 24 അവേഴ്സും ക്രമീകരണങ്ങളും സുരക്ഷാ പ്രവർത്തനങ്ങളും ഒക്കെ ഏകോപിപ്പിക്കുന്നതിനായി സ്പെഷ്യൽ പോലീസ് ഓഫീസർ B. ബാലകൃഷ്ണൻ, അദ്ദേഹം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രവർത്തിക്കുന്നത്. 18ാം പടി കയറ്റുക എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളിയായി മാറിയിരിക്കുന്നത്. ഇത്തവണ വെർച്വൽ ക്യൂ വഴിയാണ് തീർത്ഥാടകർ കൂടുതൽ ദർശനം നടത്തുന്നത്. കഴിഞ്ഞ ധനുമാസം 1-ാം തീയതി 93,000 ആളുകളാണ് ദർശനം നടത്തിയത്. ഇനിയും വെർച്വൽ ക്യൂ വഴിയും അതോടൊപ്പം തന്നെ സ്പോട്ട് ബുക്കിങ്ങിലൂടെയും നിരവധി ആൾക്കാർ സ്പോട്ട് ബുക്കിങ്ങുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പോലീസ് തിരക്കുന്നുണ്ട്. 18ാം പടിയിൽ ഭക്തരെ കയറ്റിവിടുന്നതിനുള്ള പോലീസിന്റെ ഏകോപനം അത് വളരെ വേഗത്തിലാക്കിയിട്ടുണ്ട്. ഇത്തവണ 2ാമത്തെ ബാച്ച് പോലീസ് സംഘം എത്തിയിട്ടുണ്ട്. എന്നാൽ അവർക്ക് നേരത്തെ തന്നെ നിലവിൽ പ്രവർത്തിക്കുക പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ പരിശീലനം നൽകി. എന്നാൽ അതും സുഗമമായി കൊണ്ടുപോകാൻ കഴിഞ്ഞിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തിരക്ക് മുൻകൂട്ടി അറിയുന്നതിനായി നിലയ്ക്കൽ മുതൽ പമ്പ സന്നിധാനം വരെ 89 നിരീക്ഷണ ക്യാമറകളാണ് പോലീസ് സ്ഥാപിച്ചിരിക്കുന്നത്. നിരീക്ഷണ ക്യാമറയിൽ പോലീസിന്റെ പോലീസിന് കൃത്യമായി കാര്യങ്ങൾ അറിയാൻ പറ്റും. തിരക്ക് വർദ്ധിക്കുന്നതനുസരിച്ച് ക്രമീകരണങ്ങൾ പമ്പയിൽ നിന്നും സന്നിധാനത്ത് ഉൾപ്പെടെ ഏർപ്പെടുത്താൻ കഴിയും. സന്നിധാനത്ത് തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പമ്പയിൽ തീർത്ഥാടകരെ തടഞ്ഞു നിർത്തി അവർക്ക് വിശ്രമം ഒരുക്കുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ കൃത്യമായ ഇടവേളകളിൽ കൃത്യമായ ക്രമീകരണങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ഇത്തവണ സന്നിധാനത്തേക്ക് തീർത്ഥാടകരെ കടത്തിവരിക്കുന്നത്. കാര്യം തീർത്ഥാടകർ അധിക സമയം കാത്തു നിൽക്കേണ്ടതായി വരുന്നില്ല. അതിന് വരുന്ന ആളുകൾക്ക് തീർത്ഥാടനത്തിന്റെ സൗകര്യം മണിക്കൂറുകൾ കാത്തു നിൽക്കാതെ ക്ഷീണിതരാകാതെ തീർത്ഥാടകർക്കുള്ള സൗകര്യം ഒരുക്കുക കൂടി ചെയ്യുന്നുണ്ട്. മറ്റൊരു കാര്യം പ്രധാനമായി പറയാനുള്ളത്, എരുമേലി കാനനപാത വഴിയും പുല്ലുമേട് സത്രം വഴിയും ഒക്കെ നിരവധി തീർത്ഥാടകരാണ് കാനനപാതയായി ദീർഘദൂരം നടന്ന് എത്തിച്ചേരുന്നത്. അവർക്ക് വേണ്ടി പ്രത്യേക സജ്ജീകരണം, അതായത് പ്രത്യേക ക്യൂ ആണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വനം വകുപ്പുമായി ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനം. അവർക്ക് പ്രത്യേക ടാഗ് നൽകും. ആ ടാഗുമായി വരുന്ന തീർത്ഥാടകരെ പ്രത്യേക ക്യൂ വഴി കയറ്റിവിടുന്നതിനുള്ള നീക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ഉദ്ഘാടനം ഇന്ന് നടത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറ്റമറ്റതായ ഒരു രീതിയിലുള്ള തീർത്ഥാടനം നടക്കുകയാണ്. നൂറുകണക്കിന് ആയിരക്കണക്കിന് തീർത്ഥാടകർ ഓരോ ദിവസവും ഇവിടെ എത്തിച്ചേരുകയാണ്. ഏതായാലും നിരവധി പ്രതിഷേധങ്ങൾക്കും പരാതികൾക്കും ഒടുവിൽ ഇത്തവണത്തെ ശബരിമല തീർത്ഥാടനം കുറ്റമറ്റതാക്കി മാറ്റിയതിൽ ദേവസ്വം ബോർഡിനും പോലീസിനും ഒക്കെ അഭിമാനിക്കാം. ഓരോ തീർത്ഥാടകരും അയ്യനെ കൺകുളിർക്കെ കണ്ടതിനു ശേഷം സന്തോഷത്തോടെ സായുജ്യത്തോടെയാണ് മലയിറങ്ങുന്നത്. ക്യാമറമാൻ ജിതിനൊപ്പം CR സാം, മറുനാടൻ മലയാളി, ശബരിമല.